ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനായിട്ട് ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു ബോട്ടിലേക്ക് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ടിഷ്യൂ പേപ്പറിന് ഒട്ടിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഡിസൈൻ വെക്കാനുള്ള ആ ഒരു ഭാഗത്തായിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്ലൂവിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അത് ഞാൻ ഒരു മോൾഡിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി മോൾഡൊന്നും ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. മാലയുടെ ലോക്കറ്റ്, അതുപോലെ തന്നെ നല്ല ഡിസൈൻ വരുന്ന അടപ്പുകൾ, ഇതിലെല്ലാം വെച്ച് നമുക്ക് ഇതുപോലത്തെ ഡിസൈനുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബോൾസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലും ഇതുപോലെ ഒരു ഡിസൈൻ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അടിയിലായിട്ടൊരു ബട്ടൺസാണ് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു ബട്ടൺസ് വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിലൊരു ടിഷ്യൂ പേപ്പറിനെ കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ സ്റ്റിക്കായിട്ടിരിക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു ടിഷ്യൂ പേപ്പറിനെ ഒട്ടിച്ചെടുക്കുന്നത്. രണ്ട് സൈഡുകളിലായിട്ട് ഇതുപോലത്തെ ഫ്ലവറുകളെ കൂടി വെച്ചെടുക്കുന്നുണ്ട്. ഇതൊരു മാലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫ്ലവറാണ്. അതിനെ 4 എണ്ണമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലിങ്ങനെ വെച്ച് കൊടുത്ത സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഭാഗം ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് ഞാൻ പേപ്പറിനെ ചുരുട്ടിക്കൂട്ടി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത്, ആ ഒരു അടപ്പിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു കുഞ്ഞ് അടപ്പ് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലവറിനെ കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ ചെയ്യാനായിട്ടുള്ളത് അതിനെ മൊത്തത്തിലൊന്ന് കളർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. കുപ്പിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈനിൻ്റെ ഭാഗത്ത് മുഴുവനായിട്ടൊന്ന് കളർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് മൊത്തത്തിലൊന്ന് കളർ ചെയ്തെടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. അതിൻ്റെ അടിയിലായിട്ടൊന്ന് കളർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ റോസ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റോസ് കളറിനെ നല്ലതുപോലെ തന്നെ അതിലേക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഈ ഒരു സ്പോഞ്ച് എത്തുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്രഷൊക്കെ ഉപയോഗിച്ച് കൊണ്ടൊന്ന് കളർ ചെയ്തെടുക്കുക. അതിനെ മൊത്തത്തിലൊന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. ഇനി അതിൽ ചെയ്യാനായിട്ടുള്ളത് ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അതിനെ ഒന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഈ ഒരു റോസ് കളറിനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റോസ് കളറാണല്ലോ അടിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ മുകളിൽ ഈ ഒരു ഫ്ലവറിൽ കൂടി ടച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കൂട്ടുകാരെ, ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക. ഷൈൻ വീഡിയോസിൽ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അതിനെല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ കളർ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഗോൾഡൻ കളർ കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കൂടുതൽ ഫോഴ്സ് എടുത്തിട്ടൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതിങ്ങനെ കളർ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. എനിക്കതൊന്ന് കൈയെടുക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയൊരു രസമായിരുന്നു ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. കുപ്പിയുടെ സൈഡിലും അതുപോലെ തന്നെ ബാക്കിലും എല്ലാം വരുന്നത് പോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സ്റ്റോണാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൂടി വെച്ചെടുത്തതിന് ശേഷം ആ ഒരു ഫ്ലവറുകൾ ഉണ്ടല്ലോ, നമ്മൾ വെച്ചിട്ടുള്ള ആ ഫ്ലവറുകൾ, ആ ഒരു ഫ്ലവറുകളുടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ബ്ലൂ കളറിലുള്ള ചെറിയ ചെറിയ സ്റ്റോണുകൾ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മൊത്തം ഫ്ലവറിലും ഇതുപോലെ സ്റ്റോൺസിനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ഐഡിയ ആണ്. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക. താങ്ക് യു.